ഹായ് ഓൾ. ഒത്തിരി വിദ്യാർത്ഥികൾ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി വരുന്ന LDC, LGS തുടങ്ങിയ പരീക്ഷകൾക്ക് എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ നടത്തേണ്ടത്? എങ്ങനെയാണ് അതിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യേണ്ടത്? ഈ ഒരു വീഡിയോ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു സ്കോർ മാക്സിമം മാർക്ക് ഇൻ ദ കറണ്ട് അഫയേഴ്സ് സെഷൻ. ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ബിൽ ഗേറ്റ്സിന്റെ ഒരു വാചകം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെടാം. ഐ ചൂസ് എ ലേസി പേഴ്സൺ ടു ഡു എ ഹാർഡ് ജോബ് ബിക്കോസ് എ ലേസി പേഴ്സൺ വിൽ ഫൈൻഡ് ആൻ ഈസി വേ ടു ഡു ഇറ്റ്. ഞാനൊരു ബുദ്ധിമുട്ടേറിയ ജോലി ഏൽപ്പിക്കുന്നത് ഒരു മടിയനായ വ്യക്തിയായിരിക്കും. ബിക്കോസ് ആ മടിയനായ വ്യക്തി അതിന് ഒരു എളുപ്പ വഴി കണ്ടെത്തും എന്നാണ് പറയുന്നത്. ഈ ഒരു കോട്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ കോട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഏതൊരു സക്സസ് സ്റ്റോറിക്കും പിന്നിൽ പല സ്റ്റെപ്പുകളുണ്ട്. സോ ഈ സ്റ്റെപ്പുകൾ ഓരോരോ സ്റ്റെപ്പുകളായി വെക്കാതെ ഒറ്റയടിക്ക് നമ്മൾ ചാടി കടക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്താണ് അത് ബുദ്ധിമുട്ടേറിയതായി തോന്നും. സോ ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ LDC പ്രിപ്പറേഷനിലേക്ക് വരുമ്പോഴും നമുക്ക് SCRT ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. അത് എല്ലാം പഠിക്കണം, ഒരുമിച്ച് പഠിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ് അതൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നമ്മൾ തേർഡ് സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പിലോട്ട് ഒന്നാമതേ കടക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് നമുക്ക് എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം ആ ഒരു പ്രോഗ്രസ് കണ്ടെത്താൻ. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സ്കെലിറ്റൻ സൃഷ്ടിക്കണം. അതിനുശേഷം ആ സ്കെലിറ്റൻ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഫ്ലഷ് ആഡ് ചെയ്ത് ഒരു റൈറ്റ് പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സക്സസ് ആയിട്ട് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രിപ്പറേഷൻ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ പലരും നമ്മളോട് പറയുന്നൊരു കാര്യമാണ് ഈ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കുക, ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, അതിൽ നിന്ന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട്സ് ആക്കി പ്രിപ്പയർ ചെയ്യുക. സോ ഇതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ഇത്തരത്തിൽ ചിലപ്പോൾ 1-2 ആഴ്ച ചെയ്യാൻ തുടങ്ങും, പിന്നെ അങ്ങ് നിർത്തും, പിന്നെ ആ സാധനം തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇത്തരത്തിൽ ഉള്ള പ്രിപ്പറേഷൻ ചിലപ്പോൾ ഇഫക്റ്റീവായി പോകണമെന്നില്ല. ഇത് ഡെയിലി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ എഫക്റ്റീവ് ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഇത്തരത്തിലൊന്നും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എളുപ്പ വഴിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു സ്കെലട്ടൺ നമ്മൾ ഏതൊരു ടാസ്ക് ചെയ്യുന്നതിന് മുമ്പ് സൃഷ്ടിക്കണം. അതായത് ഏറ്റവും ഉറപ്പുള്ള മേഖലകൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അതുപോലെ കറണ്ട് അഫയേഴ്സിനും ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ. ആ ടോപ്പിക്സ് നമുക്ക് പരിചയപ്പെടാം. ഈ ടോപ്പിക്സുകൾ എങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നടന്ന PSC LDC പരീക്ഷകളെയും മുമ്പ് നടന്ന മേജർ ആയിട്ടുള്ള എക്സാംസുകളെയും ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കണ്ടെത്തിയ കുറച്ച് ടോപ്പിക്കുകളാണ്. ഫോർ എക്സാമ്പിൾ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലകളിൽ നിന്ന് ISROയും അത് അനുബന്ധിച്ചുള്ള സ്പേസ് മിഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ കാലയളവിനെ പറ്റിയും ഉദ്യോഗാർത്ഥികൾക്ക് പല കൺസേൺ ഉണ്ട്. അതായത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെയുള്ള ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ സ്പേസ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് മിഷൻസ് ISRO നടത്തിയിട്ടുണ്ട്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, പ്രയോറിറ്റി കൊടുക്കാൻ കഴിയണം. എങ്ങനെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം? 1 ഇയർ ഗ്യാപ്പിലുള്ള കാര്യങ്ങൾ കാണും. 1 ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഇയറിന്റെ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. 1 ഇയറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സെക്കൻഡ് ഒരു 2 കൊല്ലത്തിന് മുമ്പുള്ളതിനാണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ സ്പേസ് ആൻഡ് ടെക്നോളജിയിൽ ISRO സ്പേസ് മിഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ് ആണ്. ദെൻ അടുത്തത് മേജർ മിഷൻസ് ഇൻ ഗ്ലോബൽ ആസ്പെക്ട്, അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മേജർ ഇവന്റ്സുകൾ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ നാസയുടെ ദൗത്യങ്ങൾ, സ്പേസ് എക്സിന്റെ ദൗത്യങ്ങൾ, അത്തരത്തിലുള്ള മേജർ ഇവന്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് കേരള സയൻസ് കോൺഗ്രസിന്റെ വെന്യൂ, തീം, അങ്ങനെ ഐറ്റംസ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇന്നോവേഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോബോട്ടിക്സിനെ സംബന്ധിച്ചുള്ള ബാൻഡിക്കോട്ട് പോലുള്ള റോബോട്ടുകൾ, അല്ലെങ്കിൽ AI റോബോട്ട്, ദെൻ ഹ്യൂമനോയിഡ് റോബോട്ട്. സോ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 3 കാര്യങ്ങളും എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, PSC പരീക്ഷയിൽ മുമ്പ് ചോദിച്ചിട്ടുള്ളതായി കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഗഗൻയാൻ, അതുപോലെ ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ വിക്ഷേപണ വാഹനം എന്താണ് GSLV F10 എന്നൊക്കെ പറയുന്നത്. സോ അത്തരത്തിലുള്ള കാര്യം. ദെൻ ഡിഫൻസ് മേഖലയിൽ നിന്ന് മിലിറ്ററി എക്സസൈസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത മിസൈൽസുകൾ, ബാറ്റിൽ ഷിപ്പുകൾ, ദെൻ അപ്പോയിൻമെന്റ്സുകൾ, ഡിഫൻസ് മേഖലയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സുകൾ, അലയൻസുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മേജർ അവാർഡുകൾ, അതായത് 1 ഇയർ ഇപ്പോൾ അവാർഡ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രയോറിറ്റി കൊടുക്കണം. ആദ്യം ഒരു വർഷത്തെ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് അവാർഡ്സുകൾ പഠിച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് റിവിഷനും നടത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സെക്കൻഡ് ഇയറിലേക്ക് കടക്കുക. ഓക്കെ, ഇനി ചില അവാർഡ്സുകൾ എന്ത് ചെയ്യില്ല, ഒരു വർഷത്തെ ഗ്യാപ്പിൽ കാണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ പഴയ ഇയേഴ്സിന്റെ റെഫർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അവാർഡ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബൽ സമ്മാനം, ഓസ്കാർ, ദെൻ K1, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, IFFK, IFFI, ദെൻ പത്മ അവാർഡ്സ്, കേരള അവാർഡ്സ് സച്ചസ് എന്താണ് പത്മ അവാർഡ്സിന്റെ മാതൃകയിൽ തന്നെ കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ തുടങ്ങിയ അവാർഡ്സുകൾ, JCB പുരസ്കാരം, ബുക്കർ പ്രൈസ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ദെൻ എഴുത്തച്ഛൻ, വയലാർ, വ്യാസമ്മാൻ, JC ഡാനിയൽ പ്രൈസ് തുടങ്ങിയ അവാർഡ്സുകളെല്ലാം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന അവാർഡ്സാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോബൽ സമ്മാനത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇപ്പോൾ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 പേർക്കാണ്. എന്നാൽ അവരിൽ ഒരാളായ റോജർ പെൻറോസിന്റെ ഏത് കണ്ടുപിടുത്തത്തിലാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭ്യമായത്. സോ അത്തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അവാർഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ പുതിയ രീതിയിൽ തന്നെ പഠിച്ചു പോകുക. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2019 നേടിയത് രജനീകാന്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് മനസ്സിലാക്കുക. അതായത് ഈ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സോ അത് പഠിച്ചു വയ്ക്കുക. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോകുക. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ PDF എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് പോവുകയോ മാർക്ക് ചെയ്ത് പോവുകയോ ചെയ്യാം. ദെൻ സ്പോർട്സിന്റെ മേഖലയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്പോർട്സ് നമ്മൾ പറഞ്ഞു. സ്പോർട്സ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ലാസ്റ്റ് മേജർ ഇവന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് മേജർ ഇവന്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാ കൊല്ലവും ഒളിമ്പിക്സ് നടക്കണമെന്നില്ല, കോമൺവെൽത്ത് നടക്കില്ല, ഏഷ്യൻ ഗെയിംസ് നടക്കില്ല. സോ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എന്നാണ് എന്ന് നോക്കിയിട്ട് അത് പഠിക്കുക. ലേറ്റസ്റ്റ് ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ആൻഡ് ഏഷ്യൻ ഗെയിംസ്. ദെൻ ICC വേൾഡ് കപ്പിന്റെ കാര്യത്തിലും FIFA വേൾഡ് കപ്പിന്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് പഠിക്കുക. നാഷണൽ ഗെയിംസ് പഠിക്കുക. മെൻ ആൻഡ് വുമൺ IPL, ഇപ്പോൾ വുമൺ IPL കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക, പഠിക്കുക. ദെൻ ഗ്രാൻഡ് സ്ലാം അവാർഡ്സ്, ഗ്രാൻഡ് സ്ലാം, സോ അത് കൊടുക്കുക ടെന്നീസിന്റെ. സോ ഇതെല്ലാം എന്താണ് മേജർ ആയിട്ടുള്ള സ്പോർട്സ് ഇവന്റുകളാണ്. ഇതിന് റിപ്പീറ്റ് PSC ചോദിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് ഒക്കെ ഈ ഇടയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 2008 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. സോ
ഇത് ലാസ്റ്റ് നടന്ന കോമൺവെൽത്ത് ആയിട്ടാണ് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത്, വളരെ ഇമ്പോർട്ടൻറ്റ്. ദെൻ ടോക്കിയോ ഒളിമ്പിക്സിന്റെ രണ്ടാം സ്ഥാനം, ടോക്കിയോ ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനം ലഭിച്ച രാജ്യം ചൈന. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച പരീക്ഷയ്ക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ബിക്കോസ് ഇതെന്താണ് ലാസ്റ്റ് നടന്ന ഒളിമ്പിക്സ് ആയതുകൊണ്ടാണ്. ആലോചന മേജർ സോഷ്യോ പൊളിറ്റിക്കൽ ഇവന്റ്സ് എന്നാണ് PSC പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഏതൊക്കെയാണ്, അതിലേതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 106 അമെൻമെന്റ് ഉൾപ്പെടെയുള്ളത് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇമ്പോർട്ടൻറ്റ് ഗ്ലോബൽ ഇവന്റ്സ് സച്ച് എസ് വാർ, ട്രേഡ് അഗ്രിമെന്റ്, ന്യൂ ഓർഗനൈസേഷൻസ്, ഗ്ലോബൽ രീതിയിൽ ഫോം ചെയ്ത പുതിയ ഓർഗനൈസേഷൻസുകൾ. ദെൻ ഇൻഡിസസ്, അതായത് ഇൻഡിസസിലെ ഇന്ത്യയുടെ റാങ്കിങ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇൻഡിസസ് എന്ന് പറയുമ്പോൾ നാഷണൽ ലെവൽ ഇൻഡിസസ്, നീതി ആയോഗിന്റെ ഇൻഡിസസ് ഉണ്ടാവും, ഒപ്പം തന്നെ എന്താണ് ഗ്ലോബൽ ഇൻഡെക്സുകൾ ഉണ്ടാവും. സോ ഇത് രണ്ടും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബഡ്ജറ്റ്, നാഷണൽ ബഡ്ജറ്റ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് ബഡ്ജറ്റ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഓഫ് കേരള, PSC റീസെന്റ് ആയിട്ടുള്ള എല്ലാ പരീക്ഷകളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്. അത് നമ്മുടെ കേരള സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് എന്നാണ് കേരള ഗവൺമെന്റ് സൈറ്റിൽ നിന്നും ലഭ്യമാണ്, അല്ലാതെ നിങ്ങൾക്ക് എന്താണ് വേരിയസ് റിസോഴ്സിൽ നിന്നും അത്തരത്തിലുള്ള പ്രോഗ്രാംസുകളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്. ദെൻ ന്യൂ ആൻഡ് മേജർ അപ്പോയിന്റ്മെന്റ്സ്, അത് ഗ്ലോബൽ ലെവലിലുള്ള മേജർ അപ്പോയിന്റ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ വേൾഡ് ബാങ്ക്, IMF, അതിന്റെ എല്ലാ മേധാവികൾ, ഇപ്പോൾ നാഷണൽ ലെവലിലുള്ള CAG, ദെൻ ഇന്ത്യൻ മിലിറ്ററി ഹെഡ്. സോ അത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഗ്ലോബൽ ഇവന്റ്സ് സച്ചസ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. സോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇടയ്ക്ക് നടന്ന വിഴിഞ്ഞം പോർട്ട്, G20 സമ്മിറ്റ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, വളരെ ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക, ബേസിക് സ്റ്റെപ്പ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനിൽ കാണുക, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്കുകളിലേക്ക് പോകുക. ഇപ്പോൾ നോക്കി ഒരു PSC എക്സാമിന്റെ ഒരു ആദ്യത്തെ 6 ചോദ്യം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം, ഞാൻ ചോദ്യം അതുപോലെ വായിക്കുന്നില്ല, പകരം നമുക്ക് ആ ചോദ്യത്തിന്റെ പോയിന്റ് അല്ലെങ്കിൽ ആ ടോപ്പിക് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്താണ്, ഒളിമ്പിക്സിനെ പറ്റിയാണ്, സമ്മർ ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് പഠിക്കണം, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സ്കെലറ്റിന് തന്നെ ഉള്ളതാണ്, അല്ലെങ്കിൽ ബേസിക് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കാണ് ഒളിമ്പിക്സ്. അതുപോലെ പത്മശ്രീ അവാർഡ് അല്ല ആക്ച്വലി, ഇത് നമ്മുടെ അച്യുതൻ നമ്പൂതിരിപ്പാട് ജ്ഞാനപീഠം കിട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു അവാർഡ് ചോദിക്കാൻ കാര്യം. അപ്പോൾ ജ്ഞാനപീഠ അവാർഡ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം ലിറ്റററി അവാർഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബേസിക് സ്റ്റെപ്പിലുള്ളതാണ്, ആലോചിക്കുക. ദെൻ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ യുനെസ്കോ ഹെറിറ്റേജ് പ്രോഗ്രാംസിന്റെ കൂട്ടത്തിൽ വരുന്നത്, സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗ്രാൻഡ് സ്ലാം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ദെൻ ഡേയ്സ് ആൻഡ് ഇവന്റ്സ്, അതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സിൽ കവർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു 80% ഓഫ് ദി കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് കവർ ചെയ്യാൻ കഴിയും. ഈ ഒരു ടോപ്പിക്കുകൾ മെൻഷൻ ചെയ്ത ഈ ഒരു PDF ഞാൻ എന്ത് ചെയ്യാം, ടെലഗ്രാമിൽ ഇട്ടേക്കാം. ടെലഗ്രാം ചാനൽ അറിയാത്തവർക്ക് പറയാം, അപ്ഗ്രേഡ് KPSC സെർച്ച് ചെയ്യുക ടെലഗ്രാമിൽ, അപ്ഗ്രേഡ് KPSC. ഞാൻ ലിങ്ക് എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ ഇട്ടേക്കാം. സോ അതിനകത്ത് ഞാൻ ഈ PDF മെൻഷൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, പഠിക്കുന്നതോറും മാർക്ക് ചെയ്ത് പോവുക. അങ്ങനെ എല്ലാ ടോപ്പിക്കുകളും എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ തന്നെ ടെസ്റ്റുകൾ കിട്ടും. SCRT ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 66 SCRT ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും. ഒപ്പം തന്നെ എന്താണ് സിലബസിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ 22 എണ്ണവും, ഒപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ LDC വേരിയസ് മാതൃകയിലുള്ള ചോദ്യപേപ്പർ 5 എണ്ണവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം 100ഓളം ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് കറണ്ട് അഫയേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ. സോ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഡേറ്റ് PSC. താങ്ക് യു ഓൾ.